ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദയാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടോ? അടിപൊളി ഒരു കറിയായിരുന്നു കേട്ടോ. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വയ്യാതിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ എടുത്ത ഒരു വീഡിയോയാണ്. അപ്പോൾ അന്ന് ഞാനൊരു ചിക്കൻ കറി വെക്കുന്നുണ്ട്. എന്തോ എൻ്റെ മനസ്സിൽ സാധാരണ അത്രയും ചിക്കൻ കൊണ്ടുവന്നാൽ ഞാൻ പിന്നെ പറയാം. പക്ഷെ അതങ്ങനെ വെച്ചത് കൊണ്ട് ദൈവം അങ്ങ് ഇടപെട്ട് ചെയ്തതാന്ന് തോന്നുന്നു. 2-3 ദിവസം ഇവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കറിക്കൊക്കെ. അപ്പോൾ പിന്നെന്താ, മനസ്സിനൊരിതുമില്ലെന്നേ. നമ്മുടെ നാട്ടിലത്തെ ആ സംഭവം കണ്ടിട്ട് എല്ലാവരും എല്ലാവരും കമൻസിൽ കൂടെയും പറഞ്ഞു. പക്ഷേ ഒരു വല്ലാത്ത നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ മായ പറഞ്ഞതുപോലെ ആ വീട്ടുകാർക്ക് എന്തോ സഹിക്കാൻ പറ്റുന്നില്ല ഓരോരുത്തരുടെ ഇത് കണ്ടിട്ട്. അതുകൊണ്ട് മമ്മിക്ക് മമ്മി ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ട് മമ്മി ഇത് കരയുമായിരുന്നു. എനിക്ക് പ്രീസമോൻ അറിയത്തില്ല. അവൻ അറിയത്തില്ലല്ലേ. അവൻ നോക്കുമ്പോൾ ഞാനിരുന്ന് കരയുന്നുണ്ട്. അതാ അവനീ പറയുന്നത്. ഓരോരുത്തരാണെങ്കിൽ കഷ്ടപ്പാട് കൊണ്ട്, ഒരു ഫാമിലി പറയുന്നത് ഒരു കഷ്ടപ്പാട് കൊണ്ട് മോനെ വിട്ടതാണ്. 1 മാസത്തെ ശമ്പളം കിട്ടി, പിന്നെ 2 ദിവസം കൊണ്ട് മോനെ ഫോണിൽ വിളിക്കുക മരിച്ചെന്നറിയാതെ. 23 പേരെയൊക്കെ ഗൾഫിൽ പോയ ആൾക്കാർ ഒരുമിച്ച് 23 പേരുടെ മൃതദേഹമൊക്കെ കൊണ്ടുവരുമെന്ന് വെച്ചാൽ എന്തുവാ പോലെ മോനെ. എന്നാലും മമ്മിക്ക് പിന്നെ അങ്ങ് ഓരോന്ന് കാണുമ്പോൾ അങ്ങ് സങ്കടം സഹിക്കാൻ വയ്യ. പ്രീസം പറയുന്നത് മമ്മി ഇന്നലെയും പറഞ്ഞല്ലേ, എന്തോ ചെയ്യാനാ, മനുഷ്യരുടെ അവസ്ഥ ഇത് തന്നെ. ഒരു നിമിഷം മതി നമ്മൾക്ക് എന്ത് സംഭവിക്കാൻ. സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത അവസ്ഥയായി എൻ്റെ കർത്താവേ. ഒരു നിങ്ങളും കണ്ടല്ലേ, 8 മാസമായ കുഞ്ഞിനെ കാണാൻ വരുന്നേ. എങ്ങനെ സഹിക്കും? ദൈവം അവരുടെ കുടുംബങ്ങൾക്ക് ഉള്ളവർക്കെല്ലാം ധൈര്യം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതേ നമുക്കൊക്കത്തുള്ളൂ. അവൻ അത്രയ്ക്ക് അറിയത്തുള്ളൂ. അവൻ പറയുന്നത് അവർ സ്വർഗത്തിൽ പോകും മമ്മി, എന്തിനാ പിന്നെ മമ്മി വിഷമിക്കുന്നേന്ന്. അങ്ങനെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങൾക്ക്, അമ്മക്ക്, മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ധൈര്യം ദൈവം നൽകട്ടെ. ഓക്കെ, ഈ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ്. ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ രാവിലത്തെ നമ്മുടെ അന്ന് വയ്യാത്തതായത് കൊണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോകളൊന്നും അങ്ങനെ എടുക്കാൻ മനസ്സും വന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അതൊന്നും എടുത്തില്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് വീഡിയോ വേണമല്ലോ. നമ്മൾ അസുഖം എന്ന് പറഞ്ഞ് 3-4 ദിവസം കിടന്നാൽ പിന്നെ വീഡിയോ ഇല്ലെങ്കിലും നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തു ഞാൻ. അപ്പോൾ രാവിലെ ഒരു പയറുകറി, മത്തങ്ങയും പയറൂടെ ഇട്ടൊരു കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ കറിയൊക്കെ അന്ന് വെച്ചത് കൊണ്ട് 2-3 ദിവസം അവർക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാനത് കുക്കറിലൊന്ന് വേവിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരപ്പൊക്കെ അരച്ച് വെച്ചായിരുന്നു. തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും ഇത്രയും ചേർത്ത്, ഞാൻ വെളുത്തുള്ളിയും ചേർക്കും. അപ്പോൾ അതെല്ലാം കൂടെ അരച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചിനി ലാസ്റ്റ് കടുക് വറുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ റേച്ചൊന്നും അങ്ങനെ ചോറ് കഴിക്കാത്തതുകൊണ്ട് പിന്നെ അവർക്ക് ഈ കറിയൊന്നും വെച്ചിട്ടും പ്രയോജനമില്ലല്ലോ. പിള്ളേർ ചോറ് കഴിക്കുവാണെങ്കിൽ അവർക്ക് ചോറിനൊക്കെ ഈ കറി കൊള്ളാം. അപ്പോൾ എന്ന് വെച്ചാൽ ചിക്കൻ വാങ്ങിച്ചായിരുന്നു തലേന്ന്. അപ്പോൾ തലേന്ന് എനിക്ക് വയ്യാഞ്ഞത് കൊണ്ട് ഞാനത് വെച്ചില്ല. ഇന്നെന്നാ എടുത്ത് അതങ്ങ് വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇത് പ്രൈസമ്മോന് സ്കൂളൊക്കെ തുറങ്ങുന്നതിന് മുമ്പിട്ടുള്ള ദിവസമല്ലേ. അപ്പോൾ ഇന്ന് തൊട്ടവൻ സ്കൂളിലൊക്കെ പോയി, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു വയ്യാത്ത ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ്. അങ്ങനെ അവന് കുളിക്കാനായിട്ട് പോയി. അവൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത്, പിന്നെ അപ്പോഴത്തേക്ക് തുണികളൊക്കെ ആയായിരുന്നു.
ഞാൻ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഈ അസുഖം തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ദിവസമൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയും അങ്ങ് രാത്രിയിലായിരുന്നല്ല കൂടുതലും, പകൽ അങ്ങനെയൊക്കെ അങ്ങ് നമ്മളങ്ങ് നടന്നു പോകും. അപ്പോൾ ഞാനാണെങ്കിൽ ചിക്കൻ വെക്കാനായിട്ടുള്ള ഉള്ളിയും സവാളയും ടൊമാറ്റോയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചി എല്ലാം കൂടെ. അതെല്ലാം കൂടെ ഉള്ളി ഇപ്പം ചിക്കൻ കഴിച്ചാൽ ഞാൻ സാധാരണ ചിക്കൻ ഇങ്ങനെ ഇപ്പം ഇവിടെ വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ പറയും നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ മുഴുവനുള്ള കോഴി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കഴുത്തും അവിടെയൊക്കെ കിട്ടും. ഇവിടെ ആരും കഴുത്തൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു ഇതാണ് മട്ടൺ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അതിന് മാംസമൊക്കെ ആയിരിക്കും, അധികം ഈ കഴുത്തും അങ്ങനെ ഉള്ളതൊന്നും കാണത്തില്ല. ഈ പിന്നെ വാരിയൽ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊന്നും കാണത്തില്ല. പിന്നെ വാങ്ങിക്കും ബോൺലെസ്. അപ്പോൾ 1/2 കിലോ ബോൺലെസ് വാങ്ങിക്കും, 2 കിലോ ഇത് വാങ്ങിക്കും. സാധാരണ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കും ഒരു ഇച്ചിരി എന്തെങ്കിലും ഒരു കറിക്ക് വേണ്ടി. പക്ഷേ ഇപ്രാവശ്യം എന്തോ മനസ്സിൽ തോന്നി മൊത്തം അങ്ങ് വെച്ച്. അതങ്ങനെ ഞാൻ മൊത്തം വെച്ചത് വളരെ ഉപകാരമായിരുന്നു. ഇവർക്ക് 3-4 ദിവസം കഴിക്കാൻ പറ്റും. ചപ്പാത്തിക്കുള്ളവർക്കും നല്ലതായിരുന്നു, ചോറിനുള്ളവർക്കും നല്ലതായിരുന്നു. ഇപ്പോൾ ചിക്കൻ ആകുമ്പം പ്രൈസമോനൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ്. അത് പോളിനാണെങ്കിലും ബീഫിനേക്കാൾ ഇഷ്ടം ഇവർക്ക് ചിക്കനാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നേ ഉള്ളെന്ന്. നമ്മുടെ മൈൻഡും മനസ്സും ഒരു ഇത് കൂളായിട്ടല്ലെങ്കിൽ നമുക്കൊരു ഇതില്ലല്ലേ. അപ്പം ഇങ്ങനെ എങ്ങനെയും അങ്ങ് ജോലി ചെയ്ത് തീർത്തിട്ടൊന്ന് കയറി പോകാമെന്നുള്ള ഇതാണ് നമ്മുടെ മനസ്സിൽ. അപ്പം ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഉപ്പിട്ട് കഴുകുന്നുണ്ടെങ്കിൽ ആ ബ്ലഡും എല്ലാം അങ്ങ് പോകും. വിനാഗിരി ഇടുവാണെങ്കിൽ ഒഴിക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഉളുമ്പ് ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് കഴുകിയിട്ട് ഞാൻ അങ്ങനെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. എന്നിട്ട് മസാല പുരട്ടി വെച്ചു. അപ്പം ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർത്ത് അതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച്, എന്നിട്ട് ആ മസാല ഇങ്ങനെ നല്ല കറ വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ചെറിയ തീയിൽ അടച്ചിട്ടിരുന്നു. എന്നിട്ട് ഇപ്പം മസാലയെല്ലാം നന്നായി മൂത്ത് നല്ല മണം വന്ന് അപ്പം ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലൂസായിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകിയിട്ട് ഞാൻ ഉപ്പും മഞ്ഞളും ഇച്ചിരി മുളക് പൊടിയും കൂടെ പുരട്ടി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതൊന്ന് ഈ അരപ്പിലൊഴുക്ക് ഞാൻ ആ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് പക്ഷേ ചിക്കനോട് അത്ര താല്പര്യമില്ല. പിന്നെ എനിക്കല്ലെങ്കിൽ ചിക്കൻ ഇഷ്ടമാണ്, നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെ എടുക്കത്തില്ലേ, നല്ലൊരു ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ട് അങ്ങനെ ആകുമ്പോൾ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ചിക്കൻ കറിയോടൊന്നും എനിക്ക് പണ്ടൊക്കെ കഴിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ബീഫ് ഇതിനേക്കായി എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ആണെങ്കിൽ ചിക്കൻ്റെ കാല് ലെഗ് പീസുകാരനാ പ്രൈസമോൻ. അപ്പം ഞാൻ ഇത് 2-3 ലെഗ് പീസ് ഉണ്ടായിരുന്നു. അതിൽ 1 ബോൾമോനും കൊടുത്ത്, 1 അപ്പച്ചനും 1 ഇവനും, 3 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഇട്ട് വെച്ചിട്ട് ഇപ്പം പീസുകൾ ഞാൻ ഇച്ചിരി ചെറിയ പീസാക്കിക്കൊണ്ടാണ് വരാൻ പറഞ്ഞത്. അപ്പം മസാലയൊക്കെ നന്നായി അതിലൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കാണും. ചിക്കനൊക്കെ നല്ല വില. നേരത്തെ ബോൺലെസ്സിന് 300 ഉള്ളായിരുന്നു, ഇപ്പം 380 എങ്ങാണ്ടാന്ന് തോന്നുന്നു ബോൺലെസ്സിന്. അല്ലാതെ മട്ടന് 270 260 എങ്ങാണ്ട്. ചൂട് സമയമായിരുന്നു. ചൂട് സമയത്തും സാധാരണ ചൂട് സമയത്തൊക്കെ മുട്ടയുടെയും ചിക്കൻ്റെയൊക്കെ വിലയൊന്ന് കുറയുന്നതാണ്. ഇപ്രാവശ്യം നേരെ തിരിച്ചാണ്. മുട്ടയ്ക്കും നല്ല വിലയായിരുന്നു. മെനഞ്ഞാന്ന് ഞാൻ ചോദിച്ചോണ്ടേ 210, 30 അണ്ടയ്ക്ക്, 30 മുട്ടയ്ക്ക്. അപ്പോൾ ചിക്കനും ബീഫിനും എല്ലാത്തിനും വില. അപ്പം നമ്മളെന്തോ ചെയ്യും, മനുഷ്യരെങ്ങനെ ജീവിക്കുമെന്നുള്ള, ഈ കൂടിയതിനെയും കുറയ്ക്കുമെന്നുള്ള ഇവരുടെ പരിപാടി. ഒന്ന് കൂടിയിട്ട് സമയമാവുന്ന സമയത്ത് ഉള്ള സമയത്തൊക്കെ കുറച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മീനും കിട്ടാനില്ല. അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ പുരട്ടി അടപ്പത്തൊന്ന് വെച്ച് ഇച്ചിരി ഒന്ന് തീ വരട്ടെ. തീ ഇച്ചിരി ഒന്ന് കുറച്ചായിട്ടേക്കുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്ന് തൊട്ട് പ്രൈസമ്മ സ്കൂളിൽ പോയെന്ന്. എനിക്കൊരു മനസ്സിലൊരിതുണ്ടായിരുന്നു. ഇത്രയും മാസവും 1-2 മാസത്തോളം വീട്ടിൽ ഇരുന്നിട്ട് പോകാനൊരു മടിയല്ല, ഒരു വിഷമോ അങ്ങനെ വല്ലതും കാണുമെന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു, സന്തോഷത്തോടെ പോയി. എനിക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇങ്ങനെ വെപ്രാളമായിരുന്നു. എളുപ്പം പിടിച്ച് കിടത്തുകയും നാളെ പോകേണ്ടിയതാ. 3rd ഫ്ലോറിലായിരുന്നു ഇവരുടെ. ഞാൻ പറയോ ഇവനൊരു ചുമയും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ കൊച്ചിന് വയ്യാതെ 3rd ഫ്ലോർ വരെ കയറണം. പക്ഷേ റയിച്ചാൽ നേരെ ഓപ്പോസിറ്റ്. എൻ്റെ അടുത്ത് പറയും ഞാനാ പിള്ളേരെ മീൻസ് ഡൗൺ ആക്കുന്നതെന്ന് പറയും. കൊച്ചുങ്ങൾ സ്ട്രോങ് ആവണം, സാരമില്ല. ഞാൻ പറഞ്ഞു റയിച്ചാൽ ചുമയായതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ മോൻ പതുക്കെ കയറി പോണേ, ആയിച്ചൊന്നും പോലേ എന്നൊക്കെ പറഞ്ഞു. കാരണം അമ്മമാർക്ക് വരുന്ന ഇതുപോലെ അപ്പന്മാർക്ക് അത്രയും വരത്തില്ലല്ലേ. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു ഇവനെ അടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ ഒരു ചെറുക്കൻ, ആ കൊച്ചൻ ഇവൻ്റെ ക്ലാസ്സിലല്ല. അങ്ങനെയുള്ള കുറേ പിള്ളേർ ഇവൻ്റെ ക്ലാസ്സിലല്ല. ബസ്സിൽ പക്ഷേ ആ കൊച്ചനുണ്ട്. ഞാൻ പറഞ്ഞ അവൻ്റെ അടുത്ത് കൂടുതലും അടുക്കാൻ പോകണ്ടാന്ന്. അപ്പോൾ എനിക്ക് ചിക്കൻ അച്ചാറും ഇടണമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചിന്തിച്ചാൽ വാങ്ങിച്ചത്. പിന്നെ ഇങ്ങനെ പെട്ടെന്നുണ്ടായൊരു ഇതല്ലേ ചുമ. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചെന്നത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന്. സാവകാശം ഒത്തിരി വേണ്ടായിരുന്നു, കുറച്ച് മതിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഹെവി ലോഡ് പോലെ നമുക്ക് ജോലി തോന്നിയില്ല. അർജൻറ്റായിട്ട് ഒരാൾക്ക് 1 കിലോ വേണമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വയ്യാതിരിക്കുക, 2-3 ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കി തരാമെന്ന്. അപ്പം പറഞ്ഞു ആ മതി, സാവകാശം മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. കൈ കണ്ടോ, ആവി തട്ടിയതാ. എന്തുവാന്നോ ചിക്കൻ്റെ അടപ്പിങ്ങനെ തുറന്നുടനെ ആ ആവി തട്ടി. പേസ്റ്റ് ഇച്ചിരി തേച്ചതാ. പേസ്റ്റ് തേക്കുമ്പം നമുക്ക് നല്ലൊരു കൂളിങ് കിട്ടും, തണുപ്പ്. പക്ഷെ തേൻ തേച്ചാൽ പാട് വരത്തില്ല. പേസ്റ്റ് തേച്ചാൽ നമുക്ക് നല്ലൊരു സുഖം കിട്ടും. അപ്പോൾ പരിപ്പിനൊക്കെ ഞാൻ കടുകൂടെ വറുത്ത് ചേർത്തു. പിന്നെ ചിക്കനൂടെ കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടങ്ങ് കയറി പോകാനുള്ള ഇതായിരുന്നു എനിക്ക്. അപ്പോൾ ഈ മസാലയുടെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് ചുമയ്ക്കാൻ കൂടുതലും വരുമായിരുന്നു. ഞാൻ എക്സോസും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ അടപ്പിങ്ങനെ എടുത്ത വഴിക്കാ കൈ പൊള്ളിയത്, അത് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉച്ചക്കത്തെയൊക്കെ കൊടുത്തു. അതിനുശേഷം വൈകുന്നേരമാണ് പ്രൈസമ്മോന് വിശക്കെന്ന് പറഞ്ഞുകൊണ്ടേ ഇവിടെ വെജ് പാറ്റി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രെഡിൻ്റെ അകത്ത് ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. ഞാനിതൊന്ന് ഇച്ചിരി പച്ചയായിരുന്നു, കുറച്ച് ഹാഫ് കുക്കായിരുന്നു. അത് ഞാൻ ഇച്ചിരി എണ്ണയ്ക്കകത്ത് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതുപോലുള്ളൊരു ടോസ്റ്ററിൻ്റെ അകത്ത് വെച്ച് ടോസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെയൊക്കെയുള്ള കുസുമത്തുകൾ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചീസ് കൂടെ വെച്ചായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. ഞാൻ ചീസൊന്നും വെച്ചില്ല. ഇതെന്ന് പറയുന്ന ഈ മരം ഇവിടെ നമ്മുടെ ഗാർഡനിൽ നിന്നതാണ്. അത് കഴിഞ്ഞ മഴയത്ത് അതിങ്ങനെ ചരിഞ്ഞതാണ് ഞങ്ങളുടെ ഗ്രില്ലിൻ്റെ അവിടെ വരെ വന്ന് നിൽക്കുക. പക്ഷേ അത് വെട്ടി മാറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.